ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. വെറും 5-6 മിനിറ്റ് കൊണ്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാതെ നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില കോഫി പൗഡർ കുറച്ചിടും അധികമായി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്ലേവർ ഉണ്ടാവുക, നിങ്ങൾക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം മതിയാകുമേ. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഈ ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മുടെ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ പിൻ കമൻറ്റായിട്ടോ കൊടുക്കാം കേട്ടോ. വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതിയൊക്കെ ഇട്ടെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് സ്കിപ്പ് ചെയ്യട്ടെ, നിർബന്ധമായിട്ടുള്ള ഒരു ഐറ്റം അല്ല. പക്ഷേ പുഡിങ്ങിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാൽ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നേരത്തെ ഒരു കോഫി പൗഡറിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. കോഫി മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതും ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് കട്ടയായിട്ട് വരും, അതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ പുഡിങ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഈ കോൺഫ്ലവറിൻ്റെ ഒക്കെ മിക്സ് ഒന്ന് വെന്ത് കിട്ടുകയും വേണം, നല്ലപോലെ ഇത് കുറുകി സെറ്റായി വരവും വേണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ ഇടയ്ക്ക് മീഡിയത്തിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് കുറുകാൻ തുടങ്ങുന്ന സമയത്ത് ലോയിലാക്കിയിട്ടും വെച്ച് കൊടുക്കുക ഫ്ലെയിം. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് മാറ്റി കൊടുത്തോണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഏതാണ്ട് കുറച്ചൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മീഡിയത്തിലൊക്കിട്ടേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കോൺഫ്ലവർ ഇട്ടിയല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാരയൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കോഫി പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണം കേട്ടോ കുറുക്കി എടുക്കാനായിട്ട്, എങ്കിലേ നമുക്ക് നല്ലപോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ. കാരണം നമ്മളിതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ അങ്ങനത്തെ ഒരു ഐറ്റംസും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു സ്പാച്ചില വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് മതിയേ. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബൗളുണ്ടെങ്കിൽ ബൗൾ എടുക്കുക, അല്ലെങ്കിൽ പുഡിങ് ട്രേ ഉണ്ടല്ലോ, ഏതായാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കപ്പ് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു 3 കപ്പിലും ജസ്റ്റ് ഒന്ന് ബട്ടർ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണ് ബട്ടർ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും നമ്മുടെ പുഡിങ്ങിന്. അതുമാത്രമല്ല പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഇളകി വരാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ചൂടോടെ തന്നെ ഇതുപോലെ നിങ്ങൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിന് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ
ഇങ്ങനെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോളും. അതുപോലെ തന്നെ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ലേ, ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ചുരുങ്ങിയത് 2-2.5 മണിക്കൂർ എന്തായാലും സെറ്റാൻ വേണ്ടി വെക്കണം കേട്ടോ. എങ്കിലേ നല്ലപോലെ സെറ്റായിട്ട് കിട്ടുള്ളൂ. കാരണം നമ്മളിത് ചൈന ഗ്രാസും കാര്യങ്ങളും ഒന്നും ഇട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ കോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ല, സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. ഇതുപോലൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ നീക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ കപ്പ്. അല്ലാതെ ഹറിബറിയായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മെല്ലെ ഇളകി വരും. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലല്ലേ. അതുപോലെ തന്നെ കഴിക്കാനും അപാര ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറായിട്ട് അടിപൊളി പുഡിംഗ് റെസിപ്പിയാണേ. അപ്പോൾ നമ്മുടെ കിഡിലും ക്രീമി പുഡിംഗ് ആയിട്ടുള്ള കോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനേ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമലി പുഡിംഗ് ട്രേയിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ലുക്കുള്ളൊരു സ്റ്റാൻഡേർഡ് പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ പാർട്ടി സ്പെഷ്യലായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്